ആദരണീയനായ രാമപുരം ഭവനാപ്പള്ളി വികാരി, പ്രിയ ബഹുമാനപ്പെട്ട ബക്കുമാൻ സച്ച, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട എബ്രാഹിമച്ച, ജോവാനിയച്ച, ജോളച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള കുട്ടികളെ, 13-ാം നൂറ്റാണ്ട് മുതൽ രാമപുരം എന്ന നാമവും പേറി പാലാപട്ടണത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വളർന്ന് വികസിക്കുന്ന ഒരു കൊച്ചു പട്ടണമാണ് രാമപുരം. 13-ാം നൂറ്റാണ്ട് മുതൽ രാമപുരത്തിൻ്റെ ചരിത്രത്തിൽ ശക്തമായ ഒരു സാന്നിധ്യം ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടായിരുന്നു. അതിൻ്റെ തെളിവുകളാണ് കുറവലിങ്ങാട്ടേക്ക് പോയിട്ടുള്ള നമ്മുടെ പിതാമഹന്മാരുടെ അല്ലെങ്കിൽ പൂർവികരുടെ ചരിത്രമല്ല. ആ സുദീർഘമായ യാത്രയിൽ നിന്നാണ് 1450 രാമപുരം പള്ളി ആരംഭം കുറിക്കുക. രാമപുരം പള്ളി ആരംഭം കുറിച്ചതിന് ശേഷം ആ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം എന്ന നിലയിൽ നമ്മുടെ ഈ കൊച്ചു ഗ്രാമവും ക്രൈസ്തവ വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ ഒരു മേഖലയായിരുന്നു. പള്ളിവാവക്കൽ പോലുള്ള വീട്ടുകാർ ഇവിടെ താമസിച്ചുകൊണ്ട് പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരുപറ്റം ക്രൈസ്തവ സമൂഹങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ്. കുടിയേറ്റ മേഖലയിൽ കാലാവസ്ഥയോടും പ്രകൃതിയോടും മല്ലിട്ട് ഈ നാട്ടിലെ പൂർവികർ തങ്ങളുടെ അധ്വാനം മുഴുവൻ കൃഷിയിൽ ഏർപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു ക്രൈസ്തവ സമൂഹത്തിന് ഈ നാട്ടിൽ തന്നെ തുടക്കമിട്ടു. അതിൻ്റെയൊക്കെ ഫലമാണ് ഇന്ന് ഇവിടെ ക്രൈസ്തവരായ ആൾക്കാർ മാത്രം കൂടുതലായിട്ട് തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ ഈ യൂണിറ്റ് ഉണ്ടാകുക. കാലങ്ങൾ പിന്നിട്ടപ്പോൾ രാമപുരത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് സാംസ്കാരികവും രാഷ്ട്രീയവും പൊതുപരവുമായ ക്രൈസ്തവവുമായ ചരിത്രത്തിലെല്ലാം ഈ നാട്ടിലെ പൂർവികരായ നേതാക്കന്മാരുണ്ടോ എന്ന് കാണുവാൻ സാധിക്കും. വിദ്വാൻ ജോസഫ് പൈമ്പള്ളിയും മത്തായി സാർ വാണിപ്പരിക്കലും മാണിക്കുട്ടി സാർ വാണിപ്പരിക്കലും ഈപ്പൻ ജോസഫ് പള്ളിവാദത്തിലുമൊക്കെ രാമപുരത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ കൂടുതൽ ശക്തമായി പ്രവർത്തിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും തങ്ങളുടേതായ സംഭാവനകൾ നൽകി ഈ കൊച്ചു ഗ്രാമത്തെ പ്രബുദ്ധരാക്കുവാൻ വേണ്ടിയും അതുപോലെ തന്നെ രാമപുരത്തെ തന്നെ പ്രബുദ്ധരാക്കുവാൻ ഇവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് കാണുവാൻ സാധിക്കും. ഇന്നത്തെ തലമുറയിലും വിദ്യാസമ്പന്നരായ ഒട്ടനവധി കുടുംബങ്ങളും കുടുംബനാഥന്മാരുമൊക്കെ നമ്മുടെ ഈ നാട്ടിൽ അധിവസിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും യൂണിറ്റിലെ കൂടുതൽ ആൾക്കാരും വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്നും കുടിയേറി ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സാഹോദര്യത്തിലും കൂട്ടായ്മയിലും മാത്രം വളരുന്ന ഈ സമൂഹത്തിലെ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണ്. വിദ്യാസമ്പന്നരായ അധ്യാപക സമൂഹങ്ങൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അധ്യാപക വൃത്തിയിൽ നിന്നും വിട പറഞ്ഞവർ തങ്ങളുടേതായ സംഭാവനകൾ കൊണ്ട് അക്ഷരലോകത്തിലേക്ക് അനേകം ആൾക്കാരെ കൈപിടിച്ച് നടത്തി അവരെ വിജ്ഞാനത്തിൻ്റെ മാർഗത്തിലേക്ക് നയിച്ച ഒട്ടനവധി അധ്യാപക